ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ വീണ്ടും പുതിയൊരു കൃഷി വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ തണ്ണിമത്തൻ കൃഷി എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ആ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്ന കർഷകനും നമ്മുടെ സുഹൃത്തുമായ അവറാച്ചി നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. അദ്ദേഹം ഇതെങ്ങനെ തടവെടുക്കണമെന്നും ആ തടം എന്തെല്ലാം വളങ്ങളിട്ടാണ് മൂടേണ്ട രീതികൾ എങ്ങനെയാണെന്നും ഒക്കെ നമ്മളോട് ഇപ്പം പറഞ്ഞു തരുന്നതാണ്. അപ്പം നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഇതിൻ്റെ വിവരങ്ങൾ ചോദിക്കുകയും എങ്ങനെയാണ് ഈ കൃഷി ചെയ്യേണ്ടത്, അത് എത്ര സമയം കൊണ്ട് നമുക്ക് ഈ കൃഷി ചെയ്താൽ അതിന്റെ വിളവ് കിട്ടും എന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ അവരാജ്, ഞാൻ ചോദിക്കുന്നത്, ഈ തണ്ണിമത്തൻ കൃഷി ചെയ്യുമ്പോൾ നമ്മള് ഈ തടം എങ്ങനെ എടുക്കേണ്ടത്? ഞാൻ എടുത്തിരിക്കുന്ന ഒരടി എടുത്തു, ഒരടി കുഴി കുത്തി, അതിന്റെ അകത്ത് കുമ്മായ ഇട്ട് കഴിഞ്ഞ് കൊന്നയുടെ ചപ്പിട്ടു, പിന്നെ കോഴിവളം ഇട്ടു, കരി ഇട്ടു, പിന്നെ മൂടി, അതിന്റെ പുറത്ത് കുറച്ച് കുമ്മായം കൂടെ ഇട്ടു. ഒരു മാസം, ഒരു 10-15 ദിവസം കഴിയുമ്പോൾ വിത്തിടാം. ഇന്ന് വിത്തിട്ടു. ഇപ്പൊ നമ്മൾ ഈ തടം എടുത്തിരിക്കുന്നത് ഒരടി അല്ലേ? ഒരടി തടം എടുത്ത് അതിന്റെ അകത്ത് കൊന്നയുടെ ചപ്പ്, അതുപോലെ കോഴിവളം, കരി, ചാരം, അതുപോലെ കുമ്മായം, ഇതും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇട്ടിട്ട് ഇത് മണ്ണ് വെട്ടി മൂടി ഒരു 15 ദിവസം തടം അതുപോലെ ഇട്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ 15 ദിവസം കഴിഞ്ഞ് ഇതിനകത്ത് തണ്ണിമത്തന്റെ വിത്ത് പാകുക അല്ലെ? അപ്പം ഈ വിത്ത് ഡയറക്റ്റ് പാകുവാണോ അതോ നമ്മൾ കിളിപ്പിച്ചിട്ട് പാകുവാണോ? അല്ലല്ല, വിത്ത് ഡയറക്റ്റ് പാകുക. അപ്പം ഡയറക്റ്റ് നമ്മൾ ഈ വിത്ത് ഇതിനകത്ത് പാകുക. നമ്മൾ എവിടെ നിന്നാണ് ഇതിന്റെ വിത്തും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്? വിത്ത് എനിക്ക് കൃഷി ഓഫീസിൽ തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂർ മണ്ണുകുത്തിയില്ലേ? അവിടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വിത്തുകൾ അല്ലെ? അപ്പൊ നല്ല വിത്തുകളായിരിക്കും. നല്ല വിത്തുകളാണ്. ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് കൃഷി ഓഫീസ് പറഞ്ഞ് മേടിച്ചു തന്നത്. ഇത് നമുക്ക് ഇതിനകത്ത് എത്ര മൂട്? ഇപ്പം 90 മൂടുണ്ട്. 90 മൂട് തണ്ണിമത്തൻ ഈ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. വാഴക്കിടയിലാണ് നമ്മൾ ചെയ്തത്. ഓക്കെ. അപ്പൊ ഇതാണ് തണ്ണിമത്തൻ കൃഷിയുടെ ആരംഭഘട്ടം ഇതാണ്. പിന്നെ കിളുത്ത് 3 ദിവസം കഴിയുമ്പോൾ കിളുക്കും. 3 ദിവസം കഴിയുമ്പോൾ പിന്നെ അതിന്റെ അകത്ത് കടലപ്പിണ്ണാക്കും, നമ്മുടെ വേപ്പുണ്ടാക്കുകളെ പുളിപ്പിച്ചിട്ട് 3 ദിവസം കഴിയുമ്പോൾ പിന്നെ ഒഴിച്ചു. അന്നേരം തഴച്ചു വളർന്നു വരും അല്ലേ? അപ്പൊ ഏകദേശം ഈ തണ്ണിമത്തൻ നമ്മളിപ്പോ വിത്തിട്ട് കഴിഞ്ഞ് വിളവ് വരെ, അതായത് എത്ര സമയം കൊണ്ട് ഇത് കിളുത്ത് ഇത് പൂവായി കായായി വിളവെടുക്കാൻ പറ്റും? 1 മാസം കൊണ്ട് പൂവാകും. ഒരു മാസം, പിന്നെ 1 മാസം കഴിയുമ്പോൾ, 1 മാസം കഴിയുമ്പോൾ കാ പിടിക്കും, പിന്നെ 1 മാസം കഴിയുമ്പോൾ കാ മൂക്കും. 2 മാസം കൊണ്ട് 3 മാസം 3.5 മാസം അങ്ങേയറ്റം നിൽക്കുള്ളൂ. 3 മാസം കൊണ്ട് ഇതിന്റെ കൃഷിയുടെ തീരും. ഓക്കെ. അപ്പൊ 2 മാസം കൊണ്ട് നമുക്ക് ഇതിന്റെ വിളവെടുക്കാം. 58 ദിവസം 60 ദിവസം കൊണ്ട് ഏറ്റവും പെട്ടെന്ന് വിളവെടുക്കാൻ പറ്റിയ ഒരു കൃഷിയാണ് തണ്ണിമത്തൻ കൃഷി. അപ്പം ഏകദേശം 60 ദിവസം കൊണ്ട് തണ്ണിമത്തൻ വിത്തിട്ടതിന് ശേഷം ഏകദേശം 60 ദിവസം കൊണ്ട് നമുക്ക് അതിന്റെ വിളവെടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഇതിനകത്തെല്ലാം ഒരു 90 തടം ഉണ്ടെന്നാണ് പറഞ്ഞത്. 90 തടത്തിലും വിത്ത് ഇട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കിത് കിളുത്ത് കഴിഞ്ഞ് നമുക്ക് അതിന്റെ വീഡിയോ കാണിക്കാം. അതുപോലെ വിളവെടുപ്പിന്റെ വീഡിയോ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.